ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ തന്നെ എന്റെ അടുക്കളയിലുള്ള ഓട്ടപ്പാച്ചിലോട്ടയെ കാണുന്നത്. ഞാനൊരു 6:30-ആയിരിക്കും എണീക്കുന്നത്. അലാറം ഒന്നും വെക്കുന്നില്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ 6:30 ആകുമ്പോൾ കണ്ണു തുറക്കും. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കറക്റ്റ് ഫോണിൽ 6:30 എന്നുള്ള നേരം ഉണ്ടെങ്കിൽ ഞാൻ എണീറ്റിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ കുട്ടീനെ 8:45 നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. അതുകൊണ്ട് വേഗം ഒരു ധൃതിയാട്ടോ കടലക്കറിക്കുള്ളത് വെച്ചു വന്നിട്ടാണ് ഞാൻ പുട്ടുപൊടി നനയ്ക്കാൻ പോകുന്നത്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഒരിടപ്പിൽ നമ്മുടെ കടല, ഒന്നിൽ പുട്ട്, പിന്നെ നമുക്ക് കോവയ്ക്ക തോരൻ ഉണ്ടാക്കണം. ഒരുമിതപ്പെട്ട പണികളെല്ലാം രാവിലെ തന്നെ തീർക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ എല്ലാം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ അവളെ വിടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ബാക്കി ഒരു 11 മണിയൊക്കെ നേരത്തെ ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും നടക്കത്തില്ല. അതിനിടയ്ക്ക് നാൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പുട്ടാണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടും തീരുന്നില്ല. ഇനി ഒരു കുറ്റിയും കൂടി ഇരിപ്പുണ്ട്. ഈശ്വര, നനച്ചത് നല്ലപോലെ കൂടിപ്പോയി. സാരയില്ല. സമയം അതിക്രമിച്ചു. 8 മണിയായിട്ടുണ്ട്. ചെമ്മീൻ ഇച്ചിരി ഇരിപ്പുണ്ട്, അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലത്താന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെമ്മീൻ കിള്ളാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടി നമുക്ക് വഴറ്റാൻ ചട്ടിയിൽ വെച്ചിട്ട് പോയാലോ. ആ നേരം കൊണ്ട് അത് വഴണ്ടി കിട്ടുകയും ചെയ്യും, നമ്മുടെ ചെമ്മീൻ ക്ലീനാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. സമയം തീരെയില്ല. 9 മണിക്കുള്ളിൽ എല്ലാ പണി തീർക്കാന്നുള്ള ധൃതിയിൽ നിന്ന് ഓടുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് സവാളയൊക്കെ വഴണ്ടി ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് കരിഞ്ഞു പോകും. കിയാക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് കോവയ്ക്കാത്തോറിന്റെ കൂടെ ഒരു 5-6 ചെമ്മീനും കൂടി വറക്കാന്ന് വിചാരിച്ചു. കടലക്കറിയിലിട്ട് ഒരു അല്പം തേങ്ങയും കൂടി അങ്ങോട്ട് അരച്ച് ചേർത്തേ. ചാറൊരു കുറവ് പോലെ. പുട്ടിഷ്ടം പോലെ ഉണ്ടല്ലോ, ഒഴിച്ചു കഴിക്കട്ടെ. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചാള ഉണ്ടല്ലോ, തേങ്ങാപ്പീരയാണ് വെച്ചത്. തേങ്ങാപ്പീര വെച്ചിട്ട് പകുതി നമ്മൾ വറുക്കാൻ വേണ്ടി പിരട്ടി വെച്ചായിരുന്നു. അതും കൂടി അങ്ങ് വറുത്തേക്കാന്ന് വിചാരിച്ചോട്ടോ. സാധാരണ ഞാൻ ഇതെല്ലാം ഉച്ചയ്ക്കാണ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്യാറ്. പക്ഷെ ഇന്നെല്ലാം തീർത്തിട്ട് എനിക്ക് കുറെ പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊരു കൂട്ടുകാരി സാരി ഉടുത്ത്, അവൾ ഉടുത്താ വന്നത് ചെറിയൊരു ഹെൽപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ സാരി വൺ സൈഡ് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതേപോലെ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ചെയ്തു തരുന്നതല്ലേ നല്ലത്. ഇത് ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണോ അല്ലേ, ഈ സാധനം കുത്തണമെങ്കിൽ. ഇതുപോലെ തന്നെ പിടിച്ചോണ്ടിരിക്കണം, അനക്കരുത്. ഇതേപോലെ സാരി ഉടുപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ നാൻസിക്ക് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. അവൾ തന്നെ അവൾക്ക് കൊടുത്ത് ഒരു ഇച്ചിരി അത്രയ്ക്കൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു കൈ വെക്കാനായിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഇവക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവളും സാരിയൊക്കെ കൊടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അവൾ ഉടുത്തിട്ടാണ് വന്നത്. പിന്നെ ചെറിയൊരു അവസാനത്തെ ഒരു മിനുക്ക് മണിക്കുന്ന ഒരു സഹായം അത്രേ ഉള്ളൂ. ആരുടെ? അപ്പുവിന്റെ ബില്ലാണോ ഇത്? അയ്യോ, ലൈനിങ് ആയിട്ട് 2x2 വാങ്ങിച്ചോണ്ട് വന്നേക്കുന്ന 2 മീറ്ററിന് 278 രൂപയാ. അവരത് ശ്രദ്ധിച്ചില്ലായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഈ എമൗണ്ട് ഇത്ര ആയത്. കൊള്ളാം. ഇവൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് കാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസമാണല്ലോ. ഇവളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ എൻ്റെ കൂട്ടുകാരിയും അയൽവക്കക്കാരിയും കൂടി ആവട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ആദ്യം ഇതേപോലുള്ള പരിപാടികളൊക്കെ പഠിക്കാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക് ഓടിക്കല്, സ്കൂട്ടർ ഓടിക്കല്, ആദ്യം സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ച ഇവളാണ്. എന്നിട്ട് ഇവളാണ് ഞങ്ങളെല്ലാവരും പഠിപ്പിക്കാനൊക്കെ മുന്നിൽ. അങ്ങനെ കാറൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു കാർ, അതുകൊണ്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ഡ്രൈവറാണ് ഇവള്. ഇപ്പം മക്കളൊന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് കാർ വിറ്റതാണ്. ഇപ്പം ഇവളും ഇപ്പോൾ പുറത്തോട്ട് പോകാനായിട്ടൊക്കെ നിൽക്കുവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പെമ്പിളൊരു കാർ ഓടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് നാൻസിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണ്. ഞാൻ ജേസനുമായിട്ടൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ പുള്ളി ഫ്രീ അല്ല, പുള്ളി ഫ്രീ ആകുമ്പോൾ എനിക്ക് മൂടില്ല. അതായിരിക്കും അവസ്ഥ. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് ഓടിച്ചായിരുന്നു ഒരു ദിവസം. പക്ഷെ ഇതുപോലെ വളവ് തിരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഗിയർ ഡൗൺ ചെയ്യാണ്ട് വണ്ടി ഇടിച്ച് കൂത്തി നിന്ന് ഞാൻ പേടിച്ച് പോയി. പുള്ളി എന്നെ വഴക്കം പറഞ്ഞ്, അതുകൊണ്ട് എന്നെ മൂഡ് പോയി. പിന്നെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഏതെങ്കിലും പെമ്പിള്ളേരെ വണ്ടി ഓടിച്ച് പോയാൽ എനിക്ക് അപ്പം ഇളകും. എനിക്കൊരു ദിവസം പഠിക്കണം, പഠിച്ചേ പറ്റൂ. കാറൊക്കെ ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നാൻസി അവളുടെ കൂട്ടുകാരിയുടെ ചുരിദാറുണ്ടല്ലോ വെട്ടി വെച്ചിട്ടാണ് അവൾ ഞാൻ ഉണ്ടാക്കി വെച്ച പുട്ടും കടലയും കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിക്കും. ഉച്ചക്ക് മീൻ വറുത്തത് ഇതേ ഇച്ചിരി കരിഞ്ഞ ചോറല്ലോ ഉണ്ടോ? കരിഞ്ഞ വേണമെങ്കിൽ എനിക്കിഷ്ടം. ചെറുതായിട്ടൊന്നേ കരിഞ്ഞു പോയായിരുന്നു.
കിയാരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജേസന്റെ ഒരു കൂട്ടുകാരൻ കൊടുത്തുവിട്ട മിഠായിയാണ്. കിയാരയ്ക്ക് ഒരു ഇച്ചിരി ഞങ്ങളിപ്പോൾ മിഠായി കൊടുക്കാറുള്ളൂ, അധികം മിഠായി ഒന്നും കൊടുക്കാറില്ല. ഒരുപാട് മിഠായി അവൾ തിന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര മിഠായി പിള്ളേർക്ക് തിന്നുന്നത് കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒളിച്ച ഭാഗത്തൊക്കെ ഞങ്ങൾ തിന്നും, അവർക്ക് കൊടുക്കുകയില്ല. അപ്പോൾ ഒരു മിഠായി ഞങ്ങൾ 4 ആക്കിയിട്ട് 2 കഷ്ണം ചെയ്ത് എല്ലാവരും അങ്ങോട്ട് തിന്നു. നാൻസിക്ക് അല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിന് ശേഷം എന്തെങ്കിലും ഇങ്ങനെ കുറയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മുടെ ചുരിദാർ തയ്യലിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. പാൻറ് തയ്ച്ചു കേട്ടോ, പാൻറ് തയ്ക്കുന്നു, ടോപ്പ് തയ്ക്കുന്നു. നാൻസിക്കാണെങ്കിൽ പാൻറ് തയ്ക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. പല വീഡിയോസ് കണ്ടിട്ട് അവൾക്ക് പറ്റിയ ഒരെണ്ണം അവൾ കണ്ടുപിടിച്ച് ഇപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പൊക്കെ ചെയ്യണം, അതെല്ലാം നല്ല ധൃതിക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് തയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അയൽവക്കക്കാർ വരെ വന്ന് ചോദിച്ചിട്ട് നമുക്ക് സമയമില്ല, കാരണം എല്ലാവർക്കും 7-ാം തീയതിക്ക് മുന്നേ വേണം. നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പേരുടെ ലോഡ് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് തന്നെ തീർക്കാനുള്ള നേരം നാൻസിക്ക് മിഷ്യത്തിൽ നിന്ന് ഇറങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. അങ്ങനെ ആ ചുരിദാറിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ പട്ടുപാവാട എടുത്തേക്കുവാണ്. ഈ ആൾക്കാരൊക്കെ ഇന്ന് വൈകുന്നേരം വരുന്ന ആൾക്കാരാണ്. എല്ലാത്തിനും അവസാന നിമിഷമാണ് നമ്മൾ എടുക്കുന്നത്, സമയമില്ലല്ലോ. ലൈൻ കബീഡ് ഇങ്ങനെ 1-2 സീക്വൻസ് അത്ര മാത്രം കൊടുത്താൽ മതി, പരിപാടി ചെയ്യും. എങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന പിന്നെ ആ എംബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ സ്വിച്ചൊക്കെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാനുള്ളതിന് ലൈനിങ് മേടിച്ച് വെക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ലൈനിങ് വാങ്ങാൻ വേണ്ടി തുണിക്കടയല്ല, നമ്മുടെ നൂലൊക്കെ കിട്ടുന്നതിനെ കടയുണ്ട്, അവിടെ ലൈനിങ് ഉണ്ട് കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ സുഖം. നമ്മൾ തുണിക്കട പോയിട്ടുണ്ടെങ്കിൽ 2-ാം നിലയിലോട്ടൊക്കെ എപ്പോഴും വലിഞ്ഞു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാച്ച് ചെയ്യുന്ന നൂലും കൂടി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാ കേട്ടോ. അങ്ങനെ ഞാൻ ലൈനിങ് ഒക്കെ വാങ്ങിച്ച് ലൈനിങ് വാങ്ങിക്കാൻ പോയത് പറയണ്ട, അബദ്ധം പറ്റി വേറൊരു നിറം മേടിച്ചുകൊണ്ട് വന്ന് 90 രൂപ നഷ്ടം, കമ്പനിക്ക് നഷ്ടം. പിന്നെ ഞാൻ കറക്റ്റ് തുണിയും കൊണ്ടാണ് പോയത് കേട്ടോ. പിന്നെ നാൻസി പറഞ്ഞായിരുന്നു എനിക്ക് ഐസ്ക്രീം തിന്നാൻ ഭയങ്കര കൊതിയാവുന്ന മെഴ്സിഡസിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി കുറച്ച് അകലെയാണ്, അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവള് ചോറ് കഴിച്ചോണ്ടിരിക്കുക. ചോറ് കഴിക്കുന്നത് 3 മണി 3:30 സമയത്താട്ടോ. സമയമേ ഇല്ല. പക്ഷെ നാൻസി പറഞ്ഞു വിട്ടതുണ്ടല്ലോ, ബട്ടർ സ്കോച്ച് ആയിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്, ബ്ലൂബെറി. അതാണ് മോഹം ഇങ്ങനെ ഇരിക്കുന്നത്. നീ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു കുന്ന് കാര്യങ്ങളിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല ഇവളത് പറഞ്ഞത്, മറന്നുപോയി, കേട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഇത് പാവാട ഒന്ന് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെയും കൂടി സഹായം ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഞാനും കൂടി ഫ്രീ ആയ സമയം നോക്കിയിട്ടാണ് നാൻസി ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും കൂടി പിടിച്ചിട്ടാണിത് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തത്. നമുക്കൊരു സ്റ്റീം അയണർ വാങ്ങണം, അത് വളരെ അത്യാവശ്യമാണ്. എന്ത് രസമുള്ള സാരിയാടിയ, പ്ലീറ്റ്സ് കിടക്കാനുണ്ടല്ലേ, നല്ല ഭംഗിയ കാണാൻ, അടിപൊളി. ഹാനയുടെ ഇത് കണ്ട പേഴ്സ് കണ്ട, പേഴ്സ് ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്ത് വേണം ഈ പേഴ്സൊക്കെ കൊണ്ടുനടക്കാൻ, നിനക്കറിയാവോ? എന്താ ഇവിടെ പറഞ്ഞ എന്റെ അച്ഛനെ തല്ലല്ലെന്നോ? എന്നാ എന്റെ അച്ഛനെ തല്ലല്ലേന്നാ, തള്ളല്ലേന്നാ? ഞാൻ ഇനി ആൾമാറാട്ടത്തിൽ വരാൻ പോയി. ആള് മാറി വന്നിട്ട് നാൻസിക്ക് 2 ചുരിദാർ തന്നിട്ട് പോകാൻ തയ്ക്കാൻ. നമ്മളായി വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല, ആള് മാറി വരാം. ഞാൻ ഇത്താത്തയാന്ന് പറഞ്ഞോണ്ട് വരാം. നമ്മുടെ ഹാദിരയുടെ തുണിക്ക് മാച്ചാണല്ലോ. ഈ തുണി കൊണ്ടാണ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതെല്ലാം നമ്മൾ ഏകദേശം ഒതുക്കിയിട്ട് പിന്നെ അടുത്തതിലോട്ട് കടന്നേക്കും കേട്ടോ. ഇത് മെറ്റീരിയൽ ജോർജറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു മെറ്റീരിയലാണ്, ഇച്ചിരി വെയിറ്റ് വരുന്ന പോലത്തെ മെറ്റീരിയൽ. അത് മാത്രമല്ല ഇത് 5.5 മീറ്റർ ഉണ്ട്. 5.5 മീറ്റർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിലത്തൊക്കെ ഇട്ട് നാൻസി ഞാനും കൂടിയാണ്, ഞാൻ പിടിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഒന്നും കൂടി നാൻസി വെട്ടിയെടുത്തത്. നല്ല പാടാണത് ചെയ്യാൻ. ഇത് നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസ് ആട്ടോ. അവരുടെ ഇതേപോലത്തെ തുണിയല്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് ഇട്ടപ്പോ ഒരു ചുളുക്ക് പോലും ഇല്ലാണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് വന്നു. ഇതേപോലത്തെ തുണി എങ്ങനെയാ നല്ല രസമായിട്ട് ബോഡിയിലോട് ബൊമ്മ ഇടുന്ന പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഇത് നാൻസി ഇന്ന് തയ്ച്ചതാട്ടോ. ഇതും ഈ പാവാട അയൺ ചെയ്തെടുത്തപ്പോഴത്തേക്കും കൊള്ളാം. അത് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പൊന്തി ഇങ്ങനെ നിൽക്കുമായിരുന്നേ. പിന്നെ അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹെം ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ രാത്രി ആയിട്ടുണ്ടോ ഡേ സമയം, ഞാൻ താഴത്തേക്ക് കൊണ്ടുപോവാണ്. സൗകര്യം പോലെ എനിക്ക് ഹെം ചെയ്ത് കൊളത്തൊക്കെ പിടിപ്പിക്കാമല്ലോ. സിബ് വെക്കണ്ട, സിബ് വെക്കാൻ ഭയങ്കര പാടല്ലേ, വെരി ഡിഫിക്കൽട്ട്. പയ്യെ സൂചി ഒട്ടിയരുത്. ഈ ടോപ്പില് കറക്റ്റ് സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവള് സിബ് വെക്കാനുള്ളത് കണ്ടിച്ച് വിട്ടാനേട്ടോ. ഇതിനകത്ത് പാടല്ലേ നാൻസി അങ്ങോട്ട് ചോദിച്ചതാണ് സിബ് വേണോന്ന് ചോദിച്ചപ്പോൾ അവര് വേണം, ആ വെച്ചോളാൻ പറഞ്ഞ. അങ്ങനെയാണ് അവള് കട്ട് ചെയ്ത് വിട്ടാനേത്. കട്ട് ചെയ്ത് വിട്ടിരുന്ന ഭയങ്കര പാടായി പോയനെ സിബ് വെക്കാനായിട്ട്. ഇതുണ്ടല്ലോ, ഇത് ഇച്ചിരി പാടുള്ള മെറ്റീരിയലാണ്, നമ്മളിതിങ്ങനെ പറിച്ച് കളയണം. അതൊരു റബ്ബർ ബോൾ പോലത്തെ ഒരു ഐറ്റാണ് അതിനകത്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്.
ഈ നെക്കൊക്കെ ഇപ്പൊ സ്മൂത്ത് ആയിട്ട് അടിച്ചു പോകുന്നത് കാണുന്നില്ലേ, അതെല്ലാം ആ നെക്ക് അടിക്കേണ്ട വശത്ത് വരുന്ന അതെല്ലാം നമ്മൾ കൈകൊണ്ട് പറിച്ച് കളഞ്ഞിട്ടാണ് ഇതിപ്പോ ചെയ്തെടുത്തേക്കുന്നത്. തീർത്തും മുറിച്ചില്ലേ? 10. ഇത് നിന്റെ ഏതാ സൈസ്? 11 വേണ്ട, 11 ഒടുക്കത്തെ വെയിറ്റ്. 10 മേടിക്കും. പറിക്കാണ്ട് ഒട്ട് പിടിക്കാൻ പറ്റത്തില്ല അല്ലേ? കഴുത്തടിച്ചെടുക്കാൻ സമയം ഇങ്ങനെ പോകുന്നു. അതിനകത്തിട്ട് വെറുതെ സൂചി ഒടിഞ്ഞ് അവസാനം പ്രശ്നമുണ്ടല്ലോ ഞാൻ തന്നെ ഒന്ന് പറിക്കാൻ. എടി ഇത് ആ ഇടികല്ലിൽ ഇടിച്ച പൊട്ടിയല്ലേ കാണിച്ചു? നീ എന്തിനാ ഇരുന്ന് പറിക്കണം? അതുപോലത്തെ ഒരു പന്താടി ഇത്. നീ ഒന്ന് തൊട്ട് നോക്കിയത് ഇങ്ങനെ ഇടിച്ചാ വരുന്ന സാധനം അല്ല ഇത്. ഇടിച്ചിങ്ങനെ ചതച്ച് കളയാൻ പറ്റൂലേ? ഇങ്ങനെ റബ്ബർ പച്ച തേച്ച് അവരിങ്ങനെ റബ്ബർ പോലത്തെ ഒരു സാധനം പൊട്ടിച്ചതേ കണ്ട. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് പോരുന്നുണ്ട്. പക്ഷെ അത് നല്ല പശ ഇവരങ്ങോട്ട് കൊത്തിപ്പരത്തിയാണ്. ഫ്രണ്ട് കഴുത്ത് ഓക്കെ ആക്കിയ ബാക്ക് എടുത്ത് ഓക്കെ ആക്കിയത്. ഫ്രണ്ട് ഈ വന്നവർക്ക് മുഴുവൻ ഇപ്പൊ ഇങ്ങനത്തെ കഴുത്താണല്ലോ. എല്ലാരും ഈ കഴുത്ത് കാണുമ്പോ നീ എന്ത് കഴുത്ത് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാറൊക്കെ കാണിച്ച് ഈ ഒരു കഴുത്താണല്ലേ ഈ വർഷത്തെ കഴുത്താണ്. വേണ്ടാത്തവർക്ക് എല്ലാവർക്കും എനിക്ക് എങ്ങനെ വേണം അപ്പൊ അറിയില്ല. അപ്പൊ പറയും റൗണ്ട് വേണ്ട എന്നൊരു കാര്യമുണ്ട്. റൗണ്ട് വേണമെന്ന് ഞാൻ പറയില്ല. റൗണ്ട് വേണമെന്ന് പറയണവരുടെ ഓക്കെ സന്തോഷം. അല്ല റൗണ്ട് വേണ്ടാന്ന് അങ്ങോട്ട് പറയാനടുത്തേ ഒരു കഴുത്തുണ്ട് ഇങ്ങനെ സ്ക്വയർ പോലെ വരും, എന്നിട്ട് വി വരും. അത് മതിയോ? അപ്പൊ എല്ലാവരും അത് മതി അത് മതി അത് മതി. അതെ ഇപ്പൊ തയ്ച്ചോണ്ട് പോയ ഒരാള് പിന്നെയും വരും കഴുത്ത് റൗണ്ട് വേണ്ട. അപ്പൊ കാണിച്ച് വീണ്ടും ഒരു കഴുത്തുണ്ട് ചതുരവും ത്രികോണോ. അതല്ല ആറാട്ടുകിടക്കുന്ന ചേച്ചി എല്ലാം കൊറേ ഉണ്ടല്ലോ. 3 അടക്കാനാണ്. അപ്പൊ പിന്നെ കേട്ട് ചേച്ചി വേണ്ടത് ഇഷ്ടമാണെന്ന് വെച്ചാ. അപ്പൊ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പിന്നെ എനിക്ക് 3-4 ടോപ്പ്. അപ്പൊ ഇതെനിക്കറിയാം. ഓരോ ഉടുപ്പിന്റെയും പിന്നാമ്പുറങ്ങൾ ഭയങ്കര കോമഡി ആട്ടോ. അങ്ങനെ ഞാൻ അത് ഒരുവിധം നെക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇന്ന് ചട്ടിച്ചോറാണ് കഴിക്കുന്നത്. ചട്ടിയിൽ ചോറിട്ട് കഴിക്കുന്നു. പിന്നെ പിറ്റേ ദിവസമായി ഞാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് ചെമ്മീനും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വറുത്തരച്ച് കറി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചക്കക്കുരു മുഴുവൻ നന്നാക്കി എടുത്തിട്ട് ചക്കക്കുരു ഇട്ട് വറുത്തരച്ച് വെക്കാൻ തീരുമാനിച്ച്. അത് അരമണിക്കൂർ വേവിച്ചിട്ട് ചക്കക്കുരു വേവുന്നില്ല. ഇത് നമ്മുടെ ചക്ക സീസണിൽ ഫ്രിഡ്ജിൽ വെച്ച ചക്കയാണ്. അതൊന്നും കൊള്ളത്തില്ലാത്ത ചക്കക്കുരു ആയിപ്പോയി. പിന്നെ അവസാനം ഞാൻ അതെല്ലാം പെറുക്കി കളഞ്ഞിട്ട് പിന്നെ ഉരുളൻ കിഴങ്ങിട്ട് വേവിച്ചു. കുറെ നേരം ഞാൻ ആ കറിയായിട്ട് വലിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ആ ഗ്യാപ്പിൽ നാൻസി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇതുണ്ടല്ലോ ഇത് ഡൈ ചെയ്തെടുത്തേക്കുന്നതാട്ടോ ഈ ഫ്രോക്ക്. ഇവരുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. ഇതേപോലെ എൻ്റെ കളർ മുഴുവൻ ഞാൻ വാങ്ങിച്ച കളർ മുഴുവൻ അലമാരിക്കകത്ത് ഇരിക്കുക. കുറേ എനിക്ക് പരീക്ഷണം നടത്തണമെന്നുണ്ടായിരുന്നു ഡൈ ചെയ്ത്. അതൊക്കെ അവിടെ ഇരിക്കുവാണ്. ഈശ്വരാ ഇത് ഫ്രീ ഒക്കെ ഒന്ന് ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഫ്രീ ആയിട്ട് വേണം അതൊക്കെ ഒന്ന് ഡൈ ഒക്കെ ചെയ്ത് നോക്കാനായിട്ട്. പിന്നെയും തിരിച്ച് നാൻസി രാത്രിയിൽ ഏകദേശം റെഡിയാക്കി വെച്ചു കേട്ടോ. അതിന്റെ ഷേപ്പിന്റെ പരിപാടിയും കാര്യങ്ങളും അതൊന്നും പറയണ്ട. ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ പാവാടൊക്കെയുള്ള നീ ഒരു റൗണ്ട് കൂടെ മടക്കി അടിക്കണോ അല്ലേ? ഈ തുണി ഉണ്ടല്ലോ 5.5 മീറ്ററോളം തുണി ഉണ്ടല്ലോ. അത് നമ്മൾ മാക്സിമം എടുത്തേക്കുന്നതുകൊണ്ടുണ്ടല്ലോ എത്ര വെട്ടിയിട്ട് റെഡി ആവുന്നില്ല. നാൻസി അത്രയും നല്ല സമയമെടുത്ത് ചെയ്തൊരു കാര്യമാണിത്. എത്ര വെട്ടിയിട്ടും അവസാനം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ കട്ടിംഗ് ടേബിൾ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടാണ് ഒരുവിധപ്പെട്ട ഞങ്ങളെല്ലാം ഒപ്പം താഴത്തോട്ടുള്ള ഒപ്പം റെഡിയാക്കി എടുത്തത്. ഭയങ്കര പാടായിരുന്നു. നോക്കിക്കേ എന്തോരം നേരം എടുത്ത് റെഡിയാക്കി എടുത്താന്ന് പറയാം. എന്നിട്ട് എന്തേ നമ്മൾ അടിയടിച്ച് വരാൻ നേരത്ത് അവിടെ ഇവിടെയാക്കി ഇതുപോലെ തൂങ്ങി വന്ന പോലെയൊക്കെ വരുവാണ്. ഇത് എന്താണ് ഇത് ഇങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. മാക്സിമം നമ്മൾ നല്ല രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ തുണിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ തൂങ്ങി വരുന്നിങ്ങനെ അവിടെ നമ്മൾ എത്ര വെട്ടുമ്പോൾ ശരിയാവുന്നില്ല. പിന്നെ വെട്ടി ഒരുപാട് ഇറക്കം കുറച്ച് കളഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. പിന്നെ ആയിടം കൊണ്ടങ്ങ് നിർത്തി കേട്ടോ. പിന്നെ എന്താ നോക്കിക്കതേ ആ ഒരു വെട്ടിക്കളഞ്ഞ വശം ഇതുപോലെ ഇച്ചിരി പൊങ്ങിയിരിപ്പുണ്ട്. അത് മാത്രമല്ല മുകളിലത്തെ തുണി അടിച്ച് വന്നപ്പോഴത്തേക്കും താഴത്തെ ലൈനിങ് കാണുകയും ചെയ്യാം. അങ്ങനെ ലൈനിങ് ഒക്കെ ഒന്നും കൂടി മടക്കി അടിച്ച് അയൺ ചെയ്തപ്പോഴത്തേക്ക് ആ പൊങ്ങിയിരുന്നതൊക്കെ ഒന്ന് താന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ മെക്കാനിക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ഓഫാക്കിയിട്ട് ചേട്ടൻ പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞ് പാടില്ല. അത് നോക്കി ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. പക്ഷെ എനിക്കിപ്പോ തയ്ക്കണമായിരുന്നു. ഇനി വരാണെങ്കിൽ അതുപോലെ മേടിച്ചാൽ മതി. വീണ്ടുമ്പോ വീണ്ടെങ്കിൽ നമ്മള് ചെറിയ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യണതിന് കുറച്ച് ബലം ഉള്ളതാണ്. നമ്മുടെ ഓവർലോക്ക്
മെഷീൻ ചെറുതായിട്ടൊരു പണി തന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ കടകട ഭയങ്കര അടിയും സ്റ്റിച്ച് ശരിയായി വരുന്നില്ല. അപ്പൊ അത് ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്നതാണ്. ഓവർലോക്ക് അത് ഏതോ ഒരു പിരി മുറുകി പോയി കട്ടിയുള്ളത് അടിച്ചിട്ടാന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിന് മാത്രം കട്ടിയുള്ളത് നമ്മൾ അടിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. അല്ലാതെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം. പിന്നെ നമ്മുടെ ജാക്കിന് EB കാണിക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തൂത്തിട്ടൊന്ന് നോക്കാം. ചിലപ്പോൾ പൊടിയൊക്കെ തൂത്ത് കഴിയാൻ നേരത്ത് പിന്നെ EB കാണിക്കില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആയിട്ടും പിന്നെ EB കാണിക്കുകയെന്നുണ്ടെങ്കിൽ ബോർഡ് മാറ്റി വെക്കും, എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടച്ചിക്കണ തീരെ സമയമില്ല. എന്നാൽ പിന്നെ തുണി തയ്ക്കാനോ പറ്റില്ല, എന്നാൽ കട്ട് ചെയ്ത് വെക്കാലോന്നും കരുതിയിട്ട് ചുരിദാർ തയ്ക്കാനുണ്ട് കേട്ടോ അടുത്തത്. അത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് പിന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നത് അയണൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും വലിയ വൃത്തികേടില്ലാത്ത രീതിയിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പാടുപെട്ടിട്ടാണ് ഈ അടിഭാഗം ഇങ്ങനെ ആക്കി എടുത്തത് കേട്ടോ. അങ്ങനെ ആ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ രാത്രിയായി, പിന്നെ നമുക്ക് വിശപ്പിന്റെ വിളി വരുമല്ലോ. അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവും വാങ്ങാന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. 15 മിനിറ്റ് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നമ്മൾ എങ്ങോട്ട് പോകും? അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. റംബുട്ടാൻ എന്തൊരു വിലയാ! 1 കിലോ റംബുട്ടാന് 360 രൂപ. കൊച്ചാന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കടയിൽ പോയതാ. കൊച്ചിന് റംബുട്ടാൻ വേണം. ഇത് അവളെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അതിന്റെ ഒരു പുറം ഭാഗം കണ്ടിട്ടാന്ന് തോന്നുന്നു. അവൾ അതിമേ തന്നെ നിന്ന് തോന്നണം. എന്നാൽ പിന്നെ 1/2 കിലോ എടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിച്ചതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ റംബുട്ടാന്. ഇതാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര കട്ടി. നേരത്തെ റംബുട്ടാനൊക്കെ ഇങ്ങനെ തൊലി ഇങ്ങനെ വേഗം പൊളിച്ചിട്ട് പോരുന്നുണ്ടായിരുന്നു. ഇത് വേറൊരു ഇനാന്ന് തോന്നുന്നു. ഒരു ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട്. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ എടുത്ത് ജെയ്സനാണെന്നുണ്ടെങ്കിൽ അൽഫാം മതി എന്ന് പറഞ്ഞു കേട്ടോ. പുള്ളിക്ക് ഇത് തന്നെ മതി, റൈസ് ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് റൈസ് ഇച്ചിരി കഴിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന റൈസ് എനിക്ക് പിടിക്കില്ല. അത് നമുക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയെന്നുണ്ടല്ലോ. ഞാൻ മടുത്തിരിക്കുവാണ് ഇപ്പം. അമ്മയ്ക്കാണെങ്കിൽ വയ്യ, ഒരു പനി കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കര ക്ഷീണത്തിലാണ്. നാൻസി ഇപ്പം ഫുള്ള് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് അവള് വരുന്നില്ല. ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, തിന്നുന്നു. എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം കറി ചിക്കൻ കൊണ്ടായിട്ട് ഇത്തവണത്തെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇച്ചിരി വലിയ പീസായിപ്പോയി. ഞങ്ങൾക്ക് കുഞ്ഞു പീസാണ് ഇഷ്ടം. വലിയ പീസായിപ്പോയി. ഇനിയിപ്പോൾ കുറേ നാളത്തേക്കും ചിക്കൻ കൊണ്ടാട്ടം വാങ്ങില്ല. ആ കൊതി അങ്ങോട്ട് തീരട്ടെ. അങ്ങനെ പിറ്റേ ദിവസം ഇത് നമുക്ക് ദുബായിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടതാട്ടോ രാവിലെ. അതിന്റെ താഴത്തേക്കുള്ള ബോട്ടം പോർഷനും സ്ലീവൊക്കെ നാൻസി റെഡിയാക്കി വെച്ചേക്കുവാണ്. പക്ഷെ നമ്മുടെ നെഞ്ചിന്റെ ചെസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ കഥകളി ഉണ്ടല്ലോ, കഥകളിയുടെ താടിയില്ലേ, താടി പോലത്തെ ഒരു ഷേപ്പിൽ വരുന്നൊരു ഇതാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നാൻസി തുണിയുണ്ടല്ലോ ആദ്യമേ വെട്ടിയത് ഭയങ്കര വലുതായിപ്പോയി. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോഴും ഇത് ഭയങ്കര വലുതല്ലേന്ന്. ശരിയാണ്, വലുതാണ്, വേറൊരെണ്ണം വെട്ടാന്ന് പറഞ്ഞുകൊണ്ട് തുണിയൊന്നും ഇല്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയ തുണി വെട്ടാനായിട്ട് നേരെ എടുക്കാനില്ലാഞ്ഞിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ഇട്ട് വെട്ടിയെടുക്കുന്നത്. കത്രിക വാങ്ങാൻ പോവാണ്. മുറിക്കാനേ പറ്റുന്നില്ല അതിന്. അങ്ങനെ കത്രിക വാങ്ങാനായിട്ട് വീണ്ടും നൂലുകടയിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മളെ മെഷീന്റെ അനുബന്ധ സാധനങ്ങളും ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാം വാങ്ങുന്നത്. വീടിന് കുറച്ചടുത്ത് തന്നെയാണ്. എന്നാലും സ്കൂട്ടറിൽ പോകണം. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. കത്രിക കിട്ടി. എന്നാ കുട്ടി, ഇതിന് മുന്നേ നാൻസി ഉപയോഗിച്ചിട്ടിരുന്നുണ്ടല്ലോ സൈസ് 11 11 ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. അവക്ക് വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് എവിടെയോ കണ്ട് ഇതുപോലത്തെ കത്രിക തന്നെ വേണം. ഞങ്ങൾ നേരത്തെ പ്ലാസ്റ്റിക് പിടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു സുഖമില്ല, ഇങ്ങനെ തന്നെ ഈ കത്രിക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ്. 11 എന്തൊരു വെയിറ്റ് ആണെന്നറിയാവാ. അപ്പൊ അതുകൊണ്ട് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് 10 ഒരുവിധപ്പെട്ട ചെറിയ പിള്ളേർക്കൊക്കെ വേണ്ടതെന്ന്. അങ്ങനെ ഇതിപ്പോ 10 വാങ്ങിച്ചത്. 11ഉം 10ഉം തമ്മിൽ നല്ല വെയിറ്റിന് അന്തരമുണ്ട് കേട്ടോ. 10 നല്ല സുഖമുണ്ട്, 11 ഒടുക്കത്തെ വെയിറ്റാ. പുതിയൊരു കത്രിക വാങ്ങാൻ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 വാങ്ങാൻ വള്ളേ 11 വാങ്ങല്ലോ കേട്ടോ. വീണ്ടും ഞാൻ ഒരു റൗണ്ട് കൂടി പോയി. പട്ടി ചന്തയ്ക്ക് പോണ പോലെ പോണത്. അവിടെ ചെന്നുമ്പം എന്തിനാ വന്നെന്ന് മറന്നു പോകും. അങ്ങനെയല്ല, ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞ് കത്രിക മാത്രം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. നാൻസി ഇവിടെ തല പോകഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ. സിബ് വെക്കാനുള്ള സ്പേസ് അവൾ വിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈഡിലോട്ട് ഇച്ചിരി കൂടി തുണിയുടെ ആവശ്യമുണ്ട്. ഇത് പാനലക്കെട്ടാണ് ചെയ്തേക്കുന്നത്. തുണിയൊക്കെ തപ്പിപ്പരത് നടക്കുവാണ്. തുണി തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ സെറ്റിന്റെ തുണിയില്ലേ, സെറ്റിന്റെ തുണി വാങ്ങിച്ചിട്ട് സെറ്റ് വാശം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പോയി കഴിയാൻ നേരത്തെ തുണി പിന്നെ ഇല്ലല്ലോ. അങ്ങനെ ആ സൈഡിലോട്ട് വേണ്ടിയിട്ട് നാൻസി സെപ്പറേറ്റ് ഒരു പാനൽ പോലെയൊക്കെ കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് പട്ടയൊക്കെ പിടിപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കുവാണ്. ഒരു സൈഡിലകത്ത് തുണി മാക്സിമം കിട്ടി കേട്ടോ. നല്ല നീളമുള്ളത് തന്നെ കിട്ടിയതേ. അടുത്ത സൈഡ് പിടിപ്പിച്ചപ്പോഴത്തേക്കും നോക്കിക്കേ ഒരു ചെറിയൊരു തുണിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഉച്ചയായിട്ടുണ്ട്. വൈകുന്നേരം അവർക്ക് വൈകുന്നേരം അല്ല, തയ്ച്ച ഉടനെ കൊണ്ട് കൊടുക്കണം. അവർക്ക് പാക്കൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പീസ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇത് കാണിയല്ലേന്ന് നല്ല സംശയമായിരുന്നു. പക്ഷെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം അകത്ത് പോയി കേട്ടോ. അവളുടെ അളവിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അകത്ത് പോയി. പിന്നെ നോക്കിക്കേ നമ്മുടെ മെഷീൻ പിന്നെ EB കാണിക്കുന്നു. അപ്പം എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ ഇതിന്. ചിലവരൊക്കെ പറയുന്നു സ്റ്റെബിലൈസർ വെച്ചാൽ റെഡിയാകുന്നു.
അറിയില്ല. പിന്നെ EB കാണിക്കുവാണ്. അപ്പോൾ നാൻസി കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് പിന്നെ ഓണാക്കി സ്ലീവൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ ആ ഉടുപ്പ് മുക്കാലിന് റെഡിയാക്കി വെച്ചേക്കുക. എന്നാൽ പിന്നെ അരമണിക്കൂർ മെഷീന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് നാൻസി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുക. ആ സമയം 12:15 എടി ഇപ്പൊ അളവ് തന്നതിനേക്കാളും കുറച്ചും കൂടെ വലുതാക്കിയാണോ ചെയ്തേക്കുന്നത്? ലൂസ് ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യണം. ഒന്നും കൂടി ഷേപ്പ് ചെയ്തേക്ക്. കാരണം ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അവള് വേണമെങ്കിൽ അവൾ അഴിച്ചോളും. അങ്ങനെ അവസാനം മിനുക്ക് പണിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ടോപ്പിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉടുപ്പിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ആലിലൊക്കെ എഴുത്താണോ നാൻസി? ആലിലക്കണ്ണ. ഇത് അവരൊരു പാറ്റേൺ കാണിച്ചു തന്നായിരുന്നു. അതേപോലെ ചെയ്യാനാണ് അവൾ പറഞ്ഞത്. ഇതായിരുന്നു പാറ്റേൺ. അതിൽ ഇച്ചിരി കൂടി ഫ്ലെയർ ഉണ്ടോ എന്നൊരു സംശയം. പിന്നെ നമുക്ക് ഇച്ചിരി കൂടി തുണി ഇട്ടിരുന്നെങ്കിൽ ഒന്നും കൂടി ഫ്ലെയർ ആക്കായിരുന്നു. ഇത് ഹസ്ബൻഡിനും ഈ സെയിം തന്നെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അജ്രക്കിന്റെ പുള്ളിക്ക് ഷർട്ടും ഇവൾക്ക് ഈ ഡ്രസ്സും. അങ്ങനെ അവർക്ക് മാച്ചായിട്ട് ഈ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉടുപ്പ് റെഡിയായി. ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകണം. നാൻസി അതെല്ലാം പാക്ക് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തന്ന്. ഇതും കൊണ്ട് ഞാൻ ഇറങ്ങിയ സമയത്താണ് ജെയ്സൺ കറക്റ്റാണ് എൻ്റെ മുമ്പിലോട്ട് വരുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ചന്ത വരെ ഒന്ന് പോയാൽ എന്താണ്, അങ്ങനെ ചന്തയ്ക്ക് വന്നേക്കുവാണ്. ചന്ത വന്നപ്പോൾ പ്രത്യേകിച്ച് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെങ്കിലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇച്ചിരി കൊഴുവ വാങ്ങിച്ചു. കൊഴുവ ഇച്ചിരി ഫ്രഷ് ആയിരുന്നു കണ്ടിട്ട്. ഇത് 1 കിലോയ്ക്ക് 100 രൂപയായിരുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് ഈ പുള്ളിനെ കൊണ്ട് തന്നെ ജിസ്മയുടെ വീട്ടിലോട് കൂടി പോയി അത് കൊടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുള്ളി ഇലക്ട്രിക് സ്കൂട്ടറിലാണ് വന്നത്. 2 കിലോമീറ്റർ കൂടി ഇനി അത് ഓടുകയുള്ളൂ. പിന്നെ ആ വണ്ടിയും കൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ വണ്ടി ഉന്തണ്ടി വരും. പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ ഡിയോ എടുത്തോണ്ട് പിന്നെയും വന്നത്. അവിടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം മമ്മിയുടെ കൊടുത്തിട്ട് തിരിച്ച് ഞാൻ വന്ന വഴിക്ക് എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി വാങ്ങണമായിരുന്നു, മെഡിക്കൽ സ്റ്റോറിൽ കയറണമായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു. DTDS ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിളിച്ചില്ലേ? നമുക്ക് ഇന്നലെ കിട്ടിയ കൊറിയറെ. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് കൊളാബാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് പല നമ്മളെ ഈ ചെസ്റ്റിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഡിസൈനുള്ള ലേസുകളാണ് വന്നേക്കുന്നത്. നല്ല രസമുണ്ട്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടും കേട്ടോ. 20-25 ആ ഒരു റേറ്റൊക്കെയാണ് ഇതിനുള്ളത്. ആ ഒരു പ്രൈസിൽ നമുക്ക് എംബ്രോയിഡറി ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്ത ഒരു ലുക്ക്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു തോന്നൽ മാറി കിട്ടും. അപ്പം നല്ല അഫോർഡബിൾ റേറ്റിലാണെങ്കിൽ ഇങ്ങനെ കുറവ് ഇത് കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം നല്ലതാണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ളതിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്ലോറൽ വർക്കൊക്കെ വരുന്നതിനകത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഫ്ലോറലൊക്കെ വരുന്നതിൽ ഇതൊക്കെ വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കും അവിടെ. ഇത് നമുക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്ന മെറ്റീരിയൽസിനൊന്നും ഇത് മാച്ചല്ല. അതുകൊണ്ട് അതിന് നമ്മുടെ ഈ ഓണത്തിന്റെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ സാധാ നമ്മുടെ ത്രെഡിന്റെ വർക്ക് വരുന്നതാണ്. ത്രെഡിന്റെ വർക്ക് വരുന്നത് ഇച്ചിരി വെയിറ്റ് ആയിട്ട് വരുന്നതിനൊക്കെയാണ് അവർ ഡബിൾ ലെയർ നെറ്റിലാണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇച്ചിരി ഇതൊക്കെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത പോലത്തെയാണ്. പിന്നെ ഇത് നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ വരുന്നത് നന്നായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിൽ ഇതേപോലെ ഇങ്ങനെ അങ്ങ് വെച്ചങ്ങ് കൊടുക്കാം. കണ്ടില്ലേ? ഇതിന്റെ നീളമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണ്ടാത്തടത്ത് വെച്ച് അങ്ങോട്ട് മുറിച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ വരുന്നുണ്ട്. നമ്മുടെ പൊക്കിള് കഴിഞ്ഞിട്ടും വരുന്ന രീതിയിലാണ് ലെങ്ത് വരുന്നത്. കാരണം ഇത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണല്ലോ അവർ ഡിസൈൻ ചെയ്യുന്നത്. 25 രൂപ വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ബറാക്ക ക്രാഫ്റ്റ് ആൻഡ് സൂയിങ്, ഈ സൂയിങ്ങിന്റെയും ക്രാഫ്റ്റിന്റെയും ഒക്കെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അത് നിങ്ങളുടെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം. അതിൻ്റെ പേജിൻ്റെ നെയിം ഇവിടെ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാമല്ലോ. ഇത് ഇച്ചിരി നല്ല ഹെവി ആയിട്ട് വരുന്നൊരു വർക്കാട്ടോ. പേളൊക്കെ വന്നിട്ട് ഇത് നമുക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അല്ലേ നാൻസി? ആണോടി? ഇത് നമുക്ക് ഒരു ഡ്രസ്സിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഉടനെ തന്നെ വരും വീഡിയോയിൽ ഇത് പ്രവേശിക്കാം. അതെ കൊള്ളാം. നൈസ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങൂ കേട്ടോ. നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ വരും വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.